ചെന്നൈ രോയപേട്ടയിൽ വിജയുടെ പാർട്ടി തമിഴക വെട്രികഴകത്തിന്റെ ഇഫ്താർ വിരുന്ന് പുരോഗമിക്കുകയാണ്. 3000 പേരാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ് നോൻപ് റബ്ബിൽ അർശിൽ അസീം ആമീൻ വൽഹംദുലില്ലാഹ് சொல்லலாமா துஆ சொல்லலாமா எல்லாரும் என்னோட சேர்ந்து துஆ சொல்லுங்க நான் துஆ சொல்லி முடிச்சதுக்கு பிறகு தான் நீங்க நோன்பு திறக்கணும். நான் சொல்லுவேன் பிஸ்மில்லாஹ்னு சொன்னதுக்கு பிறகு தான் நீங்க நோன்பு திறக்கணும். முதல்ல துஆ சொல்லுங்க. தண்ணி ஒண்ணு இருக்கு ஹஜ்ரத் சொல்லக்கூடிய துஆவை திருப்பி சொல்லுங்க. 2 நிமிஷம் போயிருக்கு ஆமா போயிருக்கு முடியலண்ணே. இவங்க உள்ள உட்கார சொல்லக்கூடிய துஆவை சொல்லுங்க. அல்லாஹு அல்லாஹு லா இலாஹா இல்லல்லாஹு ஹய்யுல் கய்யூம் அல் காயிமு அலா குல்லி நஃப்ஸின் பிமா கஸபத் உட்காருங்க. لا إله إلا الله محمد رسول الله اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم لك صمت وبك آمنت وعليك توكلت وعلى رزقك أفطرت فتقبل مني يا الله உனக்காகவே நோன்பு நோற்றோம். உன்னுடைய அருளாலேயே நோன்பை திறக்கின்றோம். எங்களுடைய நோன்பை நீ ஏற்றுக்கொள்வாயாக. ذهبل ظمأ وابتلت العروق وثبت الأجر إن شاء الله. நரம்புகள் நனைந்து விட்டன. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രികഴകത്തിന്റെ ഇഫ്താർ വിരുന്ന് പുരോഗമിക്കുകയാണ്. 3000 പേരാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. മത നേതാക്കൾ അടക്കമുള്ള ആളുകൾ ആ ഒരു ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി അതിന് നേതൃത്വം നൽകാനായി വിജയ്ക്കൊപ്പം എത്തിച്ചേർന്നിട്ടുമുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ബാലയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ലക്ഷ്മി, 3000-ഓളം വിശ്വാസികൾ ഈ ഒരു ഇഫ്താറിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. എത്രമാത്രം വിപുലമായാണ് വിജയുടെ പാർട്ടി ഒരുക്കുന്ന ഇഫ്താർ വിരുന്ന് അവിടെ പുരോഗമിക്കുന്നത്? തീർച്ചയായും വളരെ വിപുലമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ വിജയ് ആദ്യ മുസ്ലിം സാമൂഹിക ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടുള്ളൊരു മുസ്ലിം സാമൂഹിക ഒരു വിരുന്നാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 3000-ലധികം മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 15-ലധികം പ്രാദേശിക പള്ളികളിൽ നിന്നുള്ള ഇമാമുമാരെയും ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. സുഗമമായ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്. പരിപാടി ഏകദേശം ഇപ്പോൾ ആരംഭിച്ച പരിപാടി 7:20 വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. വിജയ് ഈ ഒരു ഇഫ്താർ വിരുന്നിനോടനുബന്ധിച്ച് ഈ ഒരു ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇഫ്താറിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇസ്ലാമിക ആചാരങ്ങൾ അനുസരിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളൊക്കെ നടത്തി അതിൻ്റെതായുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ അതിർത്തി നിർണയ പ്രശ്നങ്ങളൊക്കെ വിപുലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ വളരെ വിവാദമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനൊരു കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കാളിയായിരിക്കുന്നത്. ചെന്നൈ രോയപേട്ടയിൽ വിജയുടെ പാർട്ടി തമിഴക വെട്രികഴകത്തിന്റെ ഇഫ്താർ വിരുന്നാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 പേരോളം ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്.